മഹേഷ് എന്ന ക്യാരക്ടറും കള്ളൻ പ്രസാദിൽ നിന്നുമൊക്കെ വളരെ വിഭിന്നമായ ക്യാരക്ടർ ആർക്കാണ് ജോജിയുടേത്. ജോജി എന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ പൊതുവിലുള്ള യാഥാസ്ഥിതിക നായക ആശയങ്ങളെല്ലാം വെല്ലുവിളിക്കുന്നുണ്ട്. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നായകന്റെ ടിപ്പിക്കൽ മോറൽ കോമ്പസിന്റെ സ്വഭാവ സവിശേഷതകളല്ല ആന്റി ഹീറോ ആയ ജോജിയുടേത്. എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ആയതെന്നും സിനിമ നമ്മളോട് പറയുന്നുണ്ട്. സിനിമകളിൽ പ്രധാന കഥാപാത്രങ്ങളുടെ ക്യാരക്ടർ ഇവോൾവ് ചെയ്യുന്ന ആർക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ പല സങ്കേതങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനോടൊപ്പം കോസ്റ്റ്യൂമും ശരീരഭാഷയും മാറുന്നതിന് നമ്മൾ സാക്ഷിയാവാറുണ്ട്. ജോജിയിലേക്ക് വന്നാൽ ആ ക്യാരക്ടർ ആർക്ക് ഫിലിം മേക്കേഴ്സ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ ജോജി എന്ന കഥാപാത്രത്തിന്റെ കോസ്റ്റ്യൂം വളരെ ബുദ്ധിപൂർവ്വം ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണാം. ജോജിയുടെ കോസ്റ്റ്യൂം ഒരു പവർ മീറ്റർ ആയാണ് ഈ സിനിമയിൽ വിദഗ്ധമായി ഉപയോഗിച്ചിട്ടുള്ളത്. സിനിമയുടെ തുടക്കം മുതൽ അയാളെ നമ്മൾ കാണുന്നത് ഒരു 3/4 ഇട്ടാണ്. അതൊരു ഫുൾ പാന്റുമല്ല, ഒരു ഷോർട്സുമല്ല, ഒരു ഇൻബിറ്റ്വീൻ സ്റ്റേറ്റിലാണ് ജോജി ഉള്ളത്. ഒരു കൗമാരക്കാരന്റെ വസ്ത്രം. പ്രായപൂർത്തിയായ പുരുഷന്റെ ഭാവം ജോജിയിൽ ഇല്ലാത്തതുപോലെ തന്നെ അയാളുടെ വസ്ത്രങ്ങളും ആ വ്യക്തിത്വത്തെ സൂക്ഷ്മമായി മാർക്ക് ചെയ്യുന്നുണ്ട്. പിതാവിന്റെ ആധിപത്യത്തിന് കീഴിൽ ആ സിസ്റ്റത്തിന്റെ സമ്മർദ്ദത്തിൽ വളർച്ച മുരടിച്ച വളർന്ന കുട്ടിയാണ് ജോജി. ഫുൾപാന്റ് ധരിക്കാത്തത് കുടുംബത്തിനുള്ളിൽ അവന് സമ്പൂർണമായ അധികാരമില്ല എന്നതിന്റെ വിഷ്വൽ പ്രതീകമാണ്. അവന്റെ ശരീരഭാഷ പോലെ തന്നെ അവന്റെ വസ്ത്രവും അപൂർണവും ഒതുങ്ങിയതുമാണ്. കുട്ടപ്പൻ കിടക്കയിലായി ജോജി അപ്പനെ കൊല്ലാനുള്ള തന്റെ പദ്ധതി ആലോചിക്കാൻ തുടങ്ങുന്ന ഈ സമയത്താണ് നമ്മൾ ജോജിയെ ആദ്യമായി ഒരു ഫുൾപാന്റ് ധരിച്ച് കാണുന്നത്. ജോജി കുടുംബത്തിന്റെ ക്ലസ്ട്രോഫോബിക് സെറ്റിംഗിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും നമ്മൾ ആദ്യമായി കാണുന്നത് ഇപ്പോഴാണ്. അവൻ സ്ലോ പോയിസൺ വാങ്ങാൻ പോകുന്ന ആ യാത്രയിൽ പാന്റ് ധരിക്കുന്നത് അവനെ സിവിലൈസ്ഡ് സമൂഹത്തിന്റെ ഭാഗമാക്കുന്നതോടൊപ്പം അവന്റെ ആദ്യത്തെ സ്വാതന്ത്ര്യമുള്ള ഉദ്ദേശപൂർണമായ ഒരു പ്രവൃത്തിയുമായി ചേർത്തു നിർത്തുന്നു. ജോജിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രതീകാത്മക കമ്മിങ് ഓഫ് ഏജ് ആണ്. കുട്ടപ്പന്റെ മരണം ജോജിയുടെ പരിവർത്തനത്തെ പൂർണ്ണമാക്കുന്നുണ്ട്. മരണത്തിന്റെ പിറ്റേന്ന് ജോജിയെ നമ്മൾ കാണുന്നതാണ് രണ്ടാമത് അയാളെ നമ്മൾ പാന്റിൽ കാണുന്നത്. സംതൃപ്തിയോടുകൂടിയ ചിരിയോടെ തോട്ടത്തിന് ചുറ്റും ഓടുന്ന റണ്ണിംഗ് സീനിൽ അവൻ വീണ്ടും ഒരു ഫുൾ പാന്റ് ധരിച്ചിരിക്കുന്നു. ഇത്തവണ അവൻ ഒറ്റയ്ക്കാണ്, ആർക്കും മുന്നിലല്ല. അയാൾ ഒരു വിജയിയെ പോലെ ലോവർ ക്ലോസറ്റ് ഷോട്ടിൽ മുകളിൽ നിന്ന് താഴേക്ക് ആ വീടിനെ നോക്കുന്നത് അയാളുടെ ട്രാജിക് ട്രയംഫിനെ മാർക്ക് ചെയ്യുന്നു. പൂർണ്ണമായും വികസിച്ച പുരുഷനായി അധികാരത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഗിൽറ്റ് ഫ്രീ ആയ ഒരു ഭരണാധികാരി അയാൾ ഓടിയെത്തുകയാണ്. ജോജിയുടെ പാന്റ് വെറും വസ്ത്രമല്ല, അതൊരു പവർ മീറ്റർ ആണ്. 3/4 നിന്നും ഫുൾ പാന്റ് എന്ന ഈ യാത്ര ഒതുങ്ങിയ മകൻ എന്നതിൽ നിന്നും കുറ്റബോധമില്ലാത്ത കൊലപാതകി എന്ന അവന്റെ ചരിത്രത്തിലെ സങ്കീർണവും അസ്വസ്ഥകരവുമായ